കോഴിക്കോട് ഒഞ്ചിയത്തും ഏറാമലയിലും ആധിപത്യമുറപ്പിച്ച് ജനകീയ മുന്നണി. കഴിഞ്ഞ തവണ ഒരു സീറ്റിന് നഷ്ടമായ ഒഞ്ചിയം തിരിച്ചുപിടിക്കാമെന്ന LDF കണക്കുകൂട്ടലുകളാണ് തെറ്റിയത്. അതേസമയം UDF ഭരണമുണ്ടായിരുന്ന അഴിയൂർ പിടിച്ചെടുക്കാൻ സാധിച്ചത് LDFന് ആശ്വാസമാണ്. ഭരണവിരുദ്ധ വികാരവും ടി പി ചന്ദ്രശേഖരൻ ഫാക്ടറുമാണ് LDFന് തിരിച്ചടിയായതെന്ന് RMP പറയും. കോഴിക്കോടിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കിയ ഗ്രാമപഞ്ചായത്തുകളായിരുന്നു ഒഞ്ചിയം, ഏറാമല, ചോറോട്, അഴിയൂര് എന്നിവ. ഇവിടെ തന്നെ ഒഞ്ചിയവും ഒപ്പം തന്നെ ഏറാമലയും 2010 മുതൽ RMP കൃത്യമായ ആധിപത്യം നിലനിർത്തിപ്പോരുന്ന ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ 2020 ഒഞ്ചിയത്ത് ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് LDFന് പഞ്ചായത്ത് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇവിടെ എന്തായാലും പിടിച്ചെടുക്കും എന്നുള്ളതായിരുന്നു CPMന്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം തന്നെ RMPയിൽ നിന്നും ആളുകൾ CPMലേക്ക് വന്നതും ഇവരുടെ ആത്മവിശ്വാസം കൂട്ടി. പക്ഷേ ഇവരുടെ ഈ കണക്കുകൂട്ടലുകളെല്ലാം കൂടെ തെറ്റിച്ചുകൊണ്ടാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയത്തെ ഫലം പുറത്തു വന്നത്. അതിൽ കഴിഞ്ഞ തവണ ഒഞ്ചിയത്ത് ജനകീയ മുന്നണിക്ക് 9 സീറ്റ് മാത്രമായിരുന്നു ഉള്ളതെങ്കിൽ ഇത്തവണ അത് 12ആയി വർദ്ധിക്കുകയാണ് ചെയ്തത്. LDFന് ആകെ 7 സീറ്റിൽ മാത്രമാണ് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഏറാമലയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ഏറാമലയും LDFനെ സംബന്ധിച്ച് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഏറാമലയിലെ കണക്ക് ശ്രദ്ധിച്ചാൽ UDFും RMPയും കൂടെ ചേർന്നുള്ള ജനകീയ മുന്നണി 13ഇടത്താണ് ജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം LDF 8 മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. ഇവിടെ RMP പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായി വന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ടി പി ചന്ദ്രശേഖരൻ ഫാക്ടർ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് RMP ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമായി വന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതേസമയം RMP നിലനിർത്തി പോരുന്ന അഴിയൂര് അവിടെ നഷ്ടമായി എന്നുള്ളതാണ്. അവിടെ ആകെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ ഇത്തവണ LDF പിടിച്ചെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം ചോറോടും LDFനെ സംബന്ധിച്ച് നിലനിർത്തി പോരുന്ന സ്ഥലമാണ്. ഇവിടെയും ഇത്തവണ LDF വിജയം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും RMPയെ സംബന്ധിച്ച സീറ്റ് നില ഒഞ്ചിയത്ത് വീണ്ടും കൂട്ടാൻ സാധിച്ചത് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. 2010 മുതൽ CPM LDF ഒഞ്ചിയത്ത് സീറ്റ് വർദ്ധിപ്പിച്ച് വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അവിടെ വിജയിക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് RMP ഇപ്പോൾ വ്യക്തമാക്കുന്നത്.